ഗൈസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഗോവയിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇല്ലേ സ്റ്റെബിനെ? ഞങ്ങൾ അവര് ബീച്ചിൽ കൊണ്ടുപോയിട്ടിട്ട് പോയി ഗൈസ്. നോക്ക് ഇവിടെ എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഇനി ബാഗ ബീച്ച് തപ്പുകയാണ് ഗൈസ്. നമുക്ക് നൈറ്റ് ഷോപ്പിംഗും കൂടെ ചെയ്യാം ബാഗ ബീച്ചിൽ. കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ ആൾക്കാർ അടിച്ച് പാമ്പായിട്ട് റോഡിലാണ് കിടക്കുന്നത്. ഇവർക്കും വീടില്ലെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തപ്പോണ്ടല്ലോ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും അയാൾ എണ്ണിച്ച് നോക്കണ പോലൊക്കെ പേടിച്ച് ഞാൻ. ഗൈസ് ഞങ്ങൾ ബാഗ ബീച്ചിൽ നടന്ന് വിശന്ന് മഞ്ചൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നടക്കണം. നടന്നൊരു പരുവേ. നമ്മൾ ഈ ഗോവ വലിയ സംഭവമൊക്കെയാണെന്ന് പറഞ്ഞ് വന്നാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഏകദേശം കൊച്ചിയായിട്ട് സാമ്യമുള്ള അവിടെ ഇവിടെയുള്ള സ്ഥലങ്ങൾ തന്നെ. അപ്പുറത്ത് വെറും തോടും സെറ്റപ്പൊക്കെ അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഒന്നുമില്ല. ഇല്ലേ? ഒന്നുമില്ല. ഗോവ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല ഗോവ പ്രത്യേകിച്ച്. അയ്യോ വേറെ എടുക്കുന്നു. ഏകദേശം എറണാകുളം സെറ്റപ്പ് തന്നെ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുറേ നേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾക്ക് ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ കിട്ടി ഗൈസ്. ഇതെന്താണ്? ബാഗ ബീച്ച്. അല്ല, ബാഗ ബീച്ചിന് മുന്നേ ഉള്ള സംഭവം എന്താ? കുറേ കടകളുള്ള സ്ഥലമാണ്. കുറേ ഷോപ്പിംഗ് കടകളെന്ന് ഷോപ്പിംഗ് കടകൾ കണ്ടിട്ടേ ഗൈസ്. നോക്കൂ. ഗൈസ് ഫൈനൽ നമ്മൾ സെയിൽ 50 എന്ന് പറഞ്ഞൊരു കട കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ കയറി ഷോപ്പ് ചെയ്യാം. ഇല്ല ഗൈസ്, ഐ ഫൗണ്ട് നത്തിങ്. ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മളങ്ങനെ പരാജയപ്പെട്ടേക്കുന്നു. ഐസ്ക്രീം തിന്നുന്ന ധൃതിയിൽ ഗൈസ് ഞങ്ങൾ വഴി മറന്നുപോയി. ഇനിയിപ്പോൾ വഴി തപ്പി അങ്ങോട്ട് പോകണം. കറക്റ്റായിട്ടുള്ള വഴി കണ്ടുപിടിക്കണം. ഒരു 10,000 മറ്റേ ഫുഡിൻ്റെ സീ ഫുഡ് കടകളുണ്ട്. റേറ്റ് ആണെങ്കിൽ റേറ്റിൻ്റെ കേസ് വിട്, കുഴപ്പമില്ല. ഒറ്റ മനുഷ്യനും ഇല്ല താനും കടയിൽ. കുറേ ഇങ്ങനെ ലൈറ്റും കത്തിച്ച് വെറുതെ കറണ്ട് ചാർജും കൂട്ടി ഇങ്ങനെ കടകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒറ്റ മനുഷ്യനില്ല. റോഡിൽ നല്ല മനുഷ്യന്മാരാ. റോഡിൽ ഫുൾ ആൾക്കാരാണ്. ഞങ്ങളിവിടെ നടന്ന് ഇതുവരെ എത്തിയിട്ടില്ല. എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. 2 വട്ടം വഴിതെറ്റിപ്പോയി. ഗൈസ് ഫൈനലി ഞങ്ങൾ ബാഗ ബീച്ച് എത്തി. ലുക്ക്. ബാഗ ബീച്ച് എത്തി ഗൈസ്. നമ്മൾ ലാസ്റ്റ് നമ്മുടെ 1.5 മണിക്കൂറത്തെ തെണ്ടിത്തിരിയലിന് ശേഷം നമ്മൾ ബാഗ ബീച്ച് എത്തിയിരിക്കുകയാണ്. സോ നമുക്കിനി ബാഗ ബീച്ച് പോയിട്ട് കാണാം. ഗൈസ് നമ്മൾ ബാഗ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഫൈനലി ബാഗ ബീച്ച് എത്തി. ഓ സെറ്റപ്പ്. ബീച്ചിനകത്തുള്ള അടിപൊളി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. സൂപ്പർ. ഗൈസ് ഗോവയിൽ നിങ്ങളാരും വരരുത് ഗൈസ്. നടന്ന് ചാവും. കൺഫേമാ. ഒരു മയിലും ഇല്ല ഇവിടെ, ഒന്നുമില്ല ഇവിടെ. വല്ല മേടിക്കോ?